Hello, MS University, MA History, History of Ancient and Early Medieval India, Prehistory to 1206 CE എന്ന സബ്ജക്ട് പേപ്പറിലെ സോഴ്സസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ രണ്ട് പാർട്ടുകളുമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രീ ഹിസ്റ്റോറിക് അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ സോഴ്സസുകൾ നമ്മൾ പഠിച്ചു അല്ലെ. ആർക്കിയോളജിക്കൽ സോഴ്സസുകള്, കോയിൻസുകള്, ലിറ്ററേച്ചറുകള്, ഇൻസ്ക്രിപ്ഷനുകള്, അങ്ങനെ ഒരുപാട് സോഴ്സസുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലുമായിട്ട് സംസാരിച്ചു. ഇന്ന് നമ്മള് എന്താണ് പ്രീ ഹിസ്റ്ററി, എന്തൊക്കെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ തുടങ്ങിയിട്ടുള്ളവയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല സംഭവങ്ങളുടെ ഒരു രേഖപ്പെടുത്തലാണ് അല്ലെ. നമ്മൾ പറയും ഹിസ്റ്ററി ഈസ് ദി സ്റ്റഡി ഓഫ് പാസ്റ്റ് അല്ലെ. കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള പഠനമാണ് നമ്മളെ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററി അഥവാ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് നമ്മളുടെ ചരിത്രത്തെ രണ്ട് കാലഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നും ഹിസ്റ്റോറിക് പീരീഡ് എന്നും അല്ലെങ്കിൽ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്നും. അപ്പോ എന്താണ് പ്രീ ഹിസ്റ്ററി? നമ്മളിപ്പോ നമ്മളുടെ സബ്ജക്ട് പേപ്പറിന്റെ ടൈറ്റിൽ പറഞ്ഞു അല്ലെ, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ടു 1206 CE 1206 അഥവാ സുൽത്താനേറ്റ് ഭരണം ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഭരണം ഇന്ത്യയിൽ ആരംഭിക്കുന്ന കാലഘട്ടം വരെയുള്ള ചരിത്രമാണ് നമ്മൾ ഇവിടെ ഈ ഒരു പേപ്പറിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോ എന്താണ് പ്രീ ഹിസ്റ്ററി? പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ റിട്ടൺ ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോ എന്താകും പ്രോട്ടോ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക് പീരീഡ്? പ്രോട്ടോ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു റിട്ടൺ ഡോക്യുമെന്റ്സ് ഉള്ള കാലഘട്ടത്തെയാണ് അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ്സുകൾ ലഭ്യമായ കാലഘട്ടത്തെയാണ് നമ്മൾ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രീ ഹിസ്റ്ററി എന്താണ്, ഇന്ത്യയിലെ പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ എങ്ങനെയായിരുന്നു, ഏതൊക്കെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ കാലഘട്ടങ്ങൾ, കാലഗണനകൾ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ, ഇന്ത്യയുടെ ഫാദർ ഓഫ് പ്രീ ഇന്ത്യൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർ റോബർട്ട് ബ്രൂസ് ഫൂട്ട്. തമിഴ്നാട്ടിലെ പല്ലവാരത്ത് നിന്നും അദ്ദേഹത്തിന് ഒരു സ്റ്റോൺ ആക്സസ് അല്ലെങ്കിൽ കൈമഴു ലഭിച്ചു. ഇതാണ് ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദ ഫാദർ ഓഫ് പ്രീ ഹിസ്റ്ററി ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ നമുക്ക് ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മള് ശിലായുഗത്തിലേക്ക് വരുന്ന സമയത്ത് ഏർലി മാൻ, ആദിമ മനുഷ്യൻ. ആരാണ് ആദിമ മനുഷ്യൻ? നമുക്കറിയാം, നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ ജനിക്കുന്നതിനും എത്രയോ ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ എന്തുണ്ടായിരുന്നു? നമുക്കൊരു ആൻസെസ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ. നമ്മള് ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ തിയറി കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഒരു ഏർലി മാൻ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യയില് ഒരു ഏർലി മാൻ ഉണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ ആൻസെസ്റ്ററിനെ നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആൻസെസ്റ്ററിന്റെ ഫോസിൽസുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൻസെസ്റ്റർ ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഏർലി ആൻസെസ്റ്റർ ആരായിരുന്നു? രാമാപിത്തഗസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏർലി ആൻസെസ്റ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഏർലി പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് ആണ് സിവാലിക് മലനിരകൾ അഥവാ സിവാലിക് ഹിൽസ്. ഈ സിവാലിക് ഹിൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിവാലിക് ഹിൽസിൽ നിന്നും നമുക്ക് ധാരാളം ആർക്കിയോളജിക്കൽ എവിഡൻസസുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് പ്രീ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആർക്കിയോളജിക്കൽ തെളിവുകൾ നമുക്ക് ഈ സിവാലിക് ഹിൽസുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഫോസിൽ റിമൈൻസുകള് അതല്ലെങ്കിൽ ധാരാളം സ്കെലട്ടണുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ നിലവിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആമയുടെ ഒരു ജയന്റ് ടോർട്ടോയിസിന്റെ സ്കെലട്ടൺ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സിവാലിക് ഹിൽസിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു ജയന്റ് ജിറാഫിന്റെയും സ്കെലട്ടൺ നമുക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ബോറി
അതുപോലെ തന്നെ റാവൽപിണ്ടിക്കടുത്തുള്ള റിവ തുടങ്ങിയിട്ടുള്ള പല പ്രധാനപ്പെട്ട പ്രാചീന ശിലായുഗ സൈറ്റുകളും ഇന്ത്യയിലുണ്ട്. അപ്പൊ നമുക്കിനി എന്താണ് സ്റ്റോൺ ഏജ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നമുക്ക് പ്രീ ഹിസ്റ്ററിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ് ആൻഡ് അയൺ ഏജ്, അല്ലെ? അപ്പോ ആദ്യത്തെ കാലഘട്ടം ഏതാണ്? സ്റ്റോൺ ഏജ് ആണ്. എന്താണ് സ്റ്റോൺ ഏജ്? നമ്മൾ ജിയോളജിക്കൽ കാലഘടന അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റോൺ ഏജിനെ മൂന്നായി തരംതിരിക്കാം: പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് സ്റ്റോൺ ഏജിനെ ഡിവൈഡ് ചെയ്യാം. അപ്പം സ്റ്റോൺ ഏജിൽ ആദ്യം വരുന്ന കാലഘട്ടമാണ് പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം. എന്താണ് പാലിയോലിത്തിക് ഏജ്? പാലിയോലിത്തിക് ഏജിനെ നമുക്ക് വീണ്ടും മൂന്നെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം: ലോവർ പാലിയോലിത്തിക് ഏജ്, മിഡിൽ പാലിയോലിത്തിക് ഏജ് ആൻഡ് അപ്പർ പാലിയോലിത്തിക് ഏജ്. ലോവർ പാലിയോലിത്തിക് ഏജ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഹിമയുഗത്തിലാണ്. ഹിമയുഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും, മേ ബി പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും. അഥവാ ഐസ് ഏജ്. ഐസ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളിവുഡ് ആനിമേഷൻ മൂവി ഉണ്ട്, അല്ലെ? അപ്പൊ ആ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന എന്താണ്? നമുക്ക് ഏത് ഭാഗം നോക്കിയാലും ഐസ് ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ നമ്മൾ ഐസ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏർലി പാലിയോലിത്തിക് അഥവാ ലോവർ പാലിയോലിത്തിക് ഏജ് ഐസ് ഏജിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളായിരുന്നു ഹാൻഡ് ആക്സസ് അഥവാ കൈമഴു, വെട്ടുകത്തി, അതുപോലെ തന്നെ ശിലാപാളികൾ എന്നുള്ളവ. ഈ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ ആദിമ മനുഷ്യരുടെ ഒരു പ്രധാനപ്പെട്ട അവർ ആയുധങ്ങൾ, ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽ അല്ലെങ്കിൽ വസ്തു ആയിരുന്നു ക്വാർട്സൈറ്റ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ക്വാർട്സൈറ്റ് കൊണ്ട് നിർമ്മിച്ച ആയുധോപകരണം ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിലെ ജനങ്ങളെ ക്വാർട്സൈറ്റ് മാൻ എന്ന് വിളിച്ചിരുന്നത്. പാലിയോലിത്തിക് ഏജിലെ ജനങ്ങൾക്ക് കൃഷിയോ അല്ലെങ്കിൽ സ്ഥിരവാസമോ അറിയുന്നുണ്ടായിരുന്നില്ല. നമുക്കറിയാം നമ്മളുടെ ആൻസസ്റ്റേഴ്സുകൾ അല്ലെങ്കിൽ ആദിമ മനുഷ്യര് അവരുടെ ജീവിത വൃത്തി എന്തായിരുന്നു? അവരുടെ ജീവിത വൃത്തി എന്ന് പറയുന്നത് ഭക്ഷണം ശേഖരിക്കലും വേട്ടയാടലുമായിരുന്നു. പാലിയോലിത്തിക് ഏജിലെ ജനങ്ങൾക്ക് കാർഷിക വൃത്തിയോ അതല്ലെങ്കിൽ സ്ഥിര താമസമോ മറ്റെന്തെങ്കിലും ജോലികളോ ഒന്നും അറിയില്ലായിരുന്നു. അവർക്ക് അറിയാവുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഒന്ന് ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ്. ഈ രണ്ട് കാര്യങ്ങളുമായിരുന്നു ഇവർക്ക് അറിയുന്നത്, അല്ലെ? ഭക്ഷണം ശേഖരിക്കലും വേട്ടയാടലും, ഈ രണ്ട് കാര്യങ്ങളാണ് ആദിമ മനുഷ്യർക്ക് അതല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിലെ ജനങ്ങൾക്ക് അറിയാമായിരുന്ന കാര്യങ്ങൾ. ഇനി നമ്മളുടെ പാലിയോലിത്തിക് ഏജിന് ഒരു പ്രത്യേകതയുണ്ട്. പരുക്കൻ ശിലകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പരുക്കൻ കല്ലുകൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മളെ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിലെ പരുക്കൻ ശിലായുധങ്ങളും ഉപകരണങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് പാലിയോലിത്തിക് ഏജിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്ന് നോക്കാം. ഒന്ന്, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഉത്തർപ്രദേശിലെ ബലാൻ വാലി, ആന്ധ്രാപ്രദേശിലെ ബില്ലസർഗം, തമിഴ്നാട്ടിലെ അതിരമ്പക്കം, വേലൻകുടി, മൈസൂരിലെ കിബനഹള്ളി, മഹാരാഷ്ട്രയിലെ വെയിൻ, മധ്യപ്രദേശിലെ ആദംഗഡ് കുന്നുകൾ, സദേൺ ബീഹാർ തുടങ്ങിയിട്ടുള്ളവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാലിയോലിത്തിക് ഏജ് സൈറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമത്തെ കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്നത്. ഈ മെസോലിത്തിക് ഏജിന് ഒരു പ്രത്യേകതയുണ്ട്. പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരിയഡ് കൂടിയാണ് മെസോലിത്തിക് ഏജ് അറിയപ്പെടുന്നത്. മൈക്രോലിത്തുകൾ എന്നാൽ സൂക്ഷ്മ ശിലായുധങ്ങളാണ്. ഈ മൈക്രോലിത്തുകളായിരുന്നു മെസോലിത്തിക് കാലഘട്ടങ്ങളിലെ ജനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പാലിയോലിത്തിക് ഏജ് പറഞ്ഞപ്പോൾ പറഞ്ഞു പാലിയോലിത്തിക് ഏജിലെ ജനങ്ങൾക്ക് ഹണ്ടിങ്ങും ഫുഡ് ഗാദറിങ്ങും മാത്രമേ അറിയുകയുള്ളായിരുന്നു. മെസോലിത്തിക് ഏജിലെ ജനങ്ങൾക്കും ഈ പാത തന്നെയാണ് പിന്തുടർന്നു പോന്നിരുന്നത്. അവരും ഫുഡ് ഹണ്ടേഴ്സും ഫുഡ് ഗാദേഴ്സുമായിരുന്നു. മെസോലിത്തിക് ഏജിന്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി ജീവിക്കുവാനായിട്ട് ആരംഭിച്ചു. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് മെസോലിത്തിക് ഏജിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ്. ഈ അവസാന കാലഘട്ടങ്ങൾ നവീന ശിലായുഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടിയായിരുന്നു. ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മെസോലിത്തിക് സൈറ്റുകൾ എന്ന് നോക്കാം. കൃഷ്ണ റിവർ വാലി, രാജസ്ഥാനിലെ ബാഗർ,
ഉത്തർപ്രദേശ്, സെൻട്രൽ ഈസ്റ്റ് ഇന്ത്യ, മധ്യപ്രദേശിലെ ഭിംബേഡ്ക തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട മെസോലിത്തിക് ഏജ് സൈറ്റുകളായിട്ട് അറിയപ്പെടുന്നത്. ഇനി ഈ മെസോലിത്തിക് ഏജിന് മൈക്രോലിത്സ് അല്ലാതെ മറ്റു ചെറിയൊരു സവിശേഷത കൂടിയുണ്ട്. ഈ കാലഘട്ടങ്ങളിലാണ് കൂടുതലായിട്ടും പ്രാചീന മനുഷ്യര് പെയിന്റിങ്ങുകൾ ആരംഭിക്കുന്നത്. മധ്യപ്രദേശിലെ ഭിംബേഡ്കയിലെ ധാരാളം ഗുഹാചിത്രങ്ങളുണ്ട്. അതുപോലത്തെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹ. ഈ എടക്കൽ ഗുഹയിലും മധ്യപ്രദേശിലെ ഭിംബേഡ്ക ഗുഹകളിലും നമുക്ക് റോക്ക് ഷെൽട്ടറുകൾ അഥവാ റോക്ക് പെയിന്റിങ്ങുകൾ കാണാനായിട്ട് സാധിക്കും. പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങിയിട്ടുള്ളവയായിരുന്നു ഈ പെയിന്റിങ്ങുകളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ആ കാലത്തെ ജനങ്ങൾ അവരുടെ ജീവിത രീതി എന്തായിരുന്നു എന്ന് ആയിരിക്കും ഒരു പക്ഷേ ഈ പെയിന്റിങ്ങുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മധ്യപ്രദേശിലെ ഭിംബേഡ്കയിലെ ഏകദേശം 500-ലധികം ഛായാചിത്രങ്ങൾ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്റ്റോൺ ഏജിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ കാലഘട്ടമാണ് നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു മെസോലിത്തിക് ഏജ്. അതുകൊണ്ട് തന്നെ മെസോലിത്തിക് ഏജിന്റെ അവസാന കാലഘട്ടത്തിലാണ് മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനായിട്ട് ആദിമ മനുഷ്യർ തുടങ്ങിയത്. നിയോലിത്തിക് ഏജിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് മിനുസപ്പെടുത്തിയ കൂർത്ത ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മറ്റൊന്നാണ് എമർജൻസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ 2 കാലഘട്ടങ്ങൾ അഥവാ പ്രാചീന ശിലായുഗഘട്ടവും മധ്യശിലായുഗ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. അവർ ഫുഡ് ഹണ്ടേഴ്സും ഫുഡ് ഗ്യാദേഴ്സുമായിരുന്നു. എന്നാൽ നവീന ശിലായുഗത്തിലെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ജീവിതമാർഗം എന്ന് പറയുന്നതായിരുന്നു കാർഷിക വൃത്തി എന്ന് പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ടതാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മെസോലിത്തിക് ഏജിന്റെ അവസാന കാലഘട്ടങ്ങളിലായിട്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആരംഭിച്ചിരുന്നു. ഇത് നവീന ശിലായുഗ കാലഘട്ടത്തിന്റെ ആരംഭം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് പോട്ടറി. അപ്പോൾ മൺപാത്രങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. അതോടുകൂടി നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. നമുക്കറിയാം, മൺപാത്രങ്ങൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ചക്രം ആവശ്യമാണ്, അല്ലെ? അപ്പോൾ ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് ഇവിടെ മൺപാത്ര നിർമ്മാണവും ആരംഭിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഗ്രോത്ത് ഓഫ് വില്ലേജസ് എന്ന് പറയുന്നത്. ഒരു ഗ്രാമീണ സാമൂഹിക വ്യവസ്ഥ അവിടെ ഉടലെടുത്ത് വരുന്നു. മുൻപ് നമ്മൾ പറഞ്ഞ 2 കാലഘട്ടത്തിലും ജനങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ നവീന ശിലായുഗ കാലഘട്ടങ്ങളിലെ ജനങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പാലിയോലിത്തിക്, മെസോലിത്തിക് കാലഘട്ടങ്ങളിലെ ജനങ്ങളെ പോലെ തന്നെ കൈമഴു തന്നെയായിരുന്നു, സ്റ്റോൺ ആക്സ് തന്നെയായിരുന്നു നവീന ശിലായുഗ കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. ഈ കൽമഴുവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പുരാവസ്തു ശാസ്ത്രജ്ഞർ ഇന്ത്യയിലെ നവീന ശിലായുഗത്തെ 3 തരംതിരിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ, വടക്ക് കിഴക്കൻ, ദക്ഷിണ വിഭാഗങ്ങൾ എന്നിങ്ങനെ 3 തരംതിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നവീന ശിലായുഗ കാലഘട്ടത്തിലെ മറ്റു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ബോൺ ടൂൾസുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നവീന ശിലായുഗ സൈറ്റുകളായിട്ടുള്ള കാശ്മീരിലെ ബർസഹോ, അതുപോലെ തന്നെ ചിരൻ തുടങ്ങിയിട്ടുള്ള നവീന ശിലായുഗ സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് ഈ ബോൺ ടൂൾസുകൾ കൂടുതലായിട്ടും കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. ബർസഹോ കാശ്മീരിലാണ്. അതുപോലെ തന്നെ ചിരന്ത് എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നവീന ശിലായുഗ സൈറ്റ് ആണ്. ഈ നവീന ശിലായുഗ കാലഘട്ടങ്ങളിലെ ബോൺ ടൂൾസിന് പലതരത്തിലുള്ള ടാസ്കുകൾ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഹണ്ടിങ്, ഫിഷിംഗ്, വുഡ് വർക്കിംഗ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾക്കും അവർ ബോൺ ടൂൾസുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് 2 ശിലായുഗ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് അഥവാ പാലിയോലിത്തിക്, മെസോലിത്തിക് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നവീന ശിലായുഗം എന്ന് പറയുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ആയിരുന്നു, ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സമൂഹമായിരുന്നു നവീന ശിലായുഗ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ആ കാലഘട്ടങ്ങളിലെ ജനങ്ങൾക്ക്
മറ്റ് 2 കാലഘട്ടങ്ങളിലുള്ള ജനങ്ങളെ പോലെ വെറും ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാദറിംഗ് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആ കാലഘട്ടങ്ങളിലെ ജനങ്ങൾക്ക് കാർഷിക വൃത്തി പരിചയമുണ്ടായിരുന്നു, മൺപാത്ര നിർമ്മാണം പരിചയമുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്, നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് തീയുടെ കണ്ടുപിടുത്തം നടക്കുന്നത്. നമ്മൾ നേരത്തെ ചക്രത്തിന്റെ കണ്ടുപിടുത്തം പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊന്നാണ് തീയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഈ തീ കണ്ടുപിടിച്ചതോട് കൂടിയിട്ടാണ് ആ കാലഘട്ടങ്ങളിലെ ജനങ്ങൾ മാംസങ്ങൾ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ വേവിച്ചു കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഈ തീയുടെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് നിർമ്മിച്ച മൺപാത്രങ്ങൾ ചൂടേറ്റുകൊണ്ട് അത് കൂടുതൽ ബലമുള്ളതാക്കി മാറ്റുവാനായിട്ടും ഇവർക്ക് സാധിച്ചു. ഈ നവീനശിലായ കാലഘട്ടങ്ങൾ നിർമ്മിക്കപ്പെട്ട മൺപാത്രങ്ങൾ വെറും പ്ലെയിൻ മൺപാത്രങ്ങളല്ല, പലതരത്തിലുള്ള പെയിന്റിങ്ങുകൾ നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ, ആയുധങ്ങളാണ് നമുക്ക് പിന്നിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പിന്നിൽ കാണുന്ന ഈ ചിത്രങ്ങളിൽ നിരവധി വ്യത്യസ്ത തരത്തിലുള്ള നവീന ശിലായുഗ ആയുധ ഉപകരണങ്ങളാണ് കാണുന്നത്. നായയാണ് ആദ്യമായി ഇഴക്കി വളർത്തിയ ജീവി എന്നാണ് കരുതപ്പെടുന്നത്. നായയെ കൂടാതെ പശു, ആട് തുടങ്ങിയ ജീവികളെയും ഇണക്കി വളർത്തിയതായി കണക്കാക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പ്രാചീന ശിലായുഗ കാലഘട്ടങ്ങളിലെ മനുഷ്യർ സ്ഥിരവാസമില്ലാത്ത ജനങ്ങളായിരുന്നു. അവർ സ്ഥിരമായി ഒരു പ്രദേശത്ത് മാത്രം താമസിച്ചിരുന്നവരായിരുന്നില്ല. അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടേയിരുന്നു. അത് അവരുടെ ഫുഡ് ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഒരു നാടോടി ജീവിതമായിരുന്നു ഈ കാലഘട്ടങ്ങളിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. എന്നാൽ നവീന ശിലായുഗ കാലഘട്ടമായപ്പോഴേക്കും ഇവർ കാർഷിക വൃത്തി ആരംഭിക്കുന്നു, മൺപാത്ര നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം ഉയർന്നു വരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും നാടോടികളായിരുന്ന ജനങ്ങൾ പതിയെ പതിയെ അർദ്ധ നാടോടികളായി മാറുന്നു. അവർ ഒരു പാസ്റ്ററൽ നൊമാഡിക് ലൈഫ് ആരംഭിക്കുന്നു. ഇന്ത്യയിലെ നവീന ശിലായുഗ മനുഷ്യർ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിച്ചിരുന്നവയാണ് റാഗി, ഗോതമ്പ്, പയറ്, പരുത്തി തുടങ്ങിയിട്ടുള്ളവയായിരുന്നു ഇന്ത്യയിലെ നവീന ശിലായുഗ ജനങ്ങൾ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നവ. കല്ലുകൾ ഉരച്ച് മിനുസപ്പെടുത്തി തുളയ്ക്കുന്നത് ഈ നവീന ശിലായുഗ കാലഘട്ടത്തിലെ വൈദഗ്ധ്യമായിട്ട് അല്ലെങ്കിൽ സാങ്കേതിക വൈദഗ്ധ്യമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് മുറിക്കുന്നതിനും അരിയുന്നതിനും എളുപ്പമാക്കി. ഇത്തരത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള തൂമ്പകൾ അവർക്ക് നിലങ്ങൾ കീറി മുറിക്കുവാനും അതുവഴി ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും കൃഷി ചെയ്യുവാനുമായിട്ട് ഇവരെ ഏറെ സഹായിച്ചു. ഒറീസയിൽ നിന്നും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും കല്ലുളി, കൽമഴു തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ നവീന ശിലായുഗ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോർഡൻ ബി ചൈൽഡിനെ പോലെയുള്ള ചരിത്രകാരന്മാർ നവീന ശിലായുഗ കാലഘട്ടത്തെ നിയോലിത്തിക് റെവല്യൂഷൻ അഥവാ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട നവീന ശിലായുഗ സൈറ്റുകളാണ് കാശ്മീരിലെ ബർസാഹോ, കാശ്മീരിലെ ഗഫ്ക്രൾ, അതുപോലെ തന്നെ ബീഹാറിലെ ചിരന്ത്, ആസാം ഹിൽസുകള്, മേഘാലയയിലെ ഗാരോ ഹിൽസുകൾ, ഉത്തർപ്രദേശിലെ അലഹാബാദ്, മിർസാപൂർ, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോൺ ഏജിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എന്താണ് സ്റ്റോൺ ഏജ് എന്ന് പഠിച്ചു അല്ലെ? സ്റ്റോൺ ഏജിന്റെ 3 ഡിവിഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് 3 ഡിവിഷൻസുകള്? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് അല്ലെ? നമ്മൾ പാലിയോലിത്തിക് ഏജിലേക്ക് വന്നു. പാലിയോലിത്തിക് ഏജിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലോവർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക് ആൻഡ് അപ്പർ പാലിയോലിത്തിക് എന്ന് പറയുന്നത് അല്ലെ? ഈ പാലിയോലിത്തിക് ഏജിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാദറിംഗ് ആയിരുന്നു. പാലിയോലിത്തിക് ഏജിലെ ജനങ്ങൾക്ക് പ്രധാനമായിട്ടും അറിയാമായിരുന്നത്. പാലിയോലിത്തിക് ഏജിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിരുന്നു ഹാൻഡ് ആക്സസ് അഥവാ കൈമഴു എന്ന് പറയുന്നത്. ക്വാർട്സൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഈ ആയുധങ്ങൾ പ്രധാനമായിട്ടും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മെസോലിത്തിക് കാലഘട്ടങ്ങളിലേക്ക് കടക്കുന്നു. മെസോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. പ്രാചീന ശിലായുഗ കാലഘട്ടങ്ങളിലെ ജനങ്ങളെ പോലെ തന്നെ മധ്യശിലായുഗ കാലഘട്ടങ്ങളിലെ ജനങ്ങളും കൂടുതലായിട്ടും ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗ്യാദേഴ്സ് ആയിരുന്നു അല്ലെ?
മധ്യശിലായുഗ കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരുന്നു മൈക്രോലിത്സ് അഥവാ സൂക്ഷ്മ ശിലായുധങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. പിന്നീട് നമ്മൾ നവീന ശിലായുഗ കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നു. നവീന ശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത് സ്റ്റോൺ ഏജിന്റെ അവസാനത്തെ കാലഘട്ടമാണ്. പാലിയോലിത്തിക് ഏജിനെയും അതുപോലെ തന്നെ മെസോലിത്തിക് കാലഘട്ടത്തെയും അപേക്ഷിച്ച് ഒരുപാട് ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു നവീന ശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ വി ചൈൽഡിനെ പോലെയുള്ള ചരിത്രകാരന്മാർ ഈ കാലഘട്ടത്തെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രീ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.